തട്ടിപ്പുവീരൻ സുകേഷ് ചന്ദ്രശേഖർ പ്രതിയായ 200 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്ന് തലയൂരാനുള്ള നടി ജാക്വലിൻ ഫെർണാണ്ടസിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. കേസിൽ മാപ്പുസാക്ഷിയാകാൻ നടി നൽകിയ അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ഇഡി) കോടതിയിൽ തള്ളി. നടി വെറുമൊരു ഇരയല്ലെന്നും കുറ്റകൃത്യത്തിലൂടെ സുകേഷ് സമ്പാദിച്ച കോടികളുടെ പ്രധാന ഗുണഭോക്താവാണെന്നുമാണ് ഇഡി കോടതിയിൽ തുറന്നടിച്ചത്. താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നും സുകേഷിന്റെ സമ്മാനങ്ങൾ ക്രിമിനൽ സമ്പാദ്യമാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് ജാക്വലിൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദത്തിന്റെ മുന ഒടിക്കുന്ന തെളിവുകളാണ് ഇഡി നിരത്തിയത്. സുകേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് നടിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ വിലയേറിയ സമ്മാനങ്ങൾ ജാക്വലിൻ കൈപ്പറ്റിയത്. സുകേഷുമായി നടി നടത്തിയ നിരന്തരമായ ആശയവിനിമയങ്ങളിൽ നിന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാണെന്നും ഇഡി ചൂണ്ടിക്കാട്ടി. മാപ്പുസാക്ഷിയാകാൻ അപേക്ഷ നൽകിയെങ്കിലും നടി ഇതുവരെ അന്വേഷണത്തോടോ ചോദ്യം ചെയ്യലിനോടോ പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. പലപ്പോഴും സത്യസന്ധമായ മൊഴി നൽകാൻ നടി വിസമ്മതിച്ചു. നടിക്കെതിരെ കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും അതിനാൽ അവരെ മാപ്പുസാക്ഷിയാക്കി വിട്ടയക്കാൻ കഴിയില്ലെന്നുമാണ് ഇഡി നിലപാട്. ഇഡിയുടെ ഈ കടുത്ത നിലപാടിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്കുള്ളിൽ മറുപടി നൽകാൻ കോടതി നടിയുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറായ ശിവിന്ദർ സിംഗിന്റെ കുടുംബത്തിൽ നിന്ന് 200 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് സുകേഷ് ചന്ദ്രശേഖർ ജയിലിലായത്. സുകേഷിന്റെ ഭാര്യയും മലയാളി നടിയുമായ ലീന മരിയ പോളും കേസിൽ കുടുങ്ങിയിരുന്നു. അന്വേഷണം പുരോഗമിക്കവെയാണ് ജാക്വലിനുമായുള്ള സുകേഷിന്റെ ബന്ധം പുറത്തുവന്നതും നടിയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതും. ബോളിവുഡിലെ ഗ്ലാമർ താരം ജാക്വലിൻ ഫെർണാണ്ടസിന് ഇനി നിയമപോരാട്ടത്തിന്റെ കഠിനമായ നാളുകളാണ് വരാനിരിക്കുന്നത്. ഇഡി കൈമലർന്നതോടെ കോടതിയുടെ നിലപാടായിരിക്കും നടിയുടെ ഭാവി നിശ്ചയിക്കുക. തട്ടിപ്പുവീരന്റെ ചതിക്കുഴിയിൽ വീണതാണോ അതോ അറിഞ്ഞുകൊണ്ട് ലാഭം കൊയ്തതാണോ എന്നതിൽ വിധി വൈകാതെ വരും.